முன்னாள் அமைச்சர் ஆண்டனி ராஜு எம்எல்ஏ பதவியில் கூட தொடர தகுதியில்லாத நபர் என்று எதிர்க்கட்சித் தலைவர் வி டி சதீசன் குற்றவாளி என்று தெரிந்தும் பினராய் அவரை அமைச்சராக்கியுள்ளார். வெள்ளாப்பள்ளிக்கு பினராய் இதுபோல் பாதுகாப்பு கொடுக்க வேண்டும். அடிமாலியில் மண் சரிவில் பாதிக்கப்பட்ட குடும்பங்களுக்கு உதவி கிடைக்க அரசின் ഗവനത്തിற்கு കൊണ്ടു செல்லப்படும் என்றுം വി ഡി സതീശൻ കൂറിനാർ. ഇത് ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ, ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ്. അദ്ദേഹത്തെ 2.5 വർഷം മന്ത്രിയാക്കി കൊണ്ട് നടന്നു. അദ്ദേഹത്തെ നിയമസഭയിൽ പോലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ഒരാൾക്കും യോജിക്കാൻ പറ്റാത്ത, എന്നിട്ട് വെറുതെ വിടുകയും ചെയ്തു. ഈ പ്രതിയെ, ഈ വിദേശിയായിട്ടുള്ള ആളെ വെറുതെ വിടാൻ ഈ കൃത്രിമം കാണിച്ച് ചെയ്തു. കോടതിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് കോടതി 2ാമത് നിലവെടുത്ത് ചെയ്തത്. ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ സ്വർണം കൊള്ള ചെയ്ത ആളുകൾ മുഴുവൻ CPM നേതാക്കന്മാര് ജയിലിൽ കിടക്കാണ്. അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഒരു നടപടി അവർക്കെതിരെ എടുക്കൂല. അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്, അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ അവരോട് അത് എപ്പോഴും എല്ലാ പാർട്ടികൾക്കും കൂടുതൽ സീറ്റിന്റെ ആവശ്യം ഉണ്ടാവും. ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയില്ല. അതൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ചർച്ചയൊക്കെ വളരെ തുടങ്ങാൻ പോവാണ്. 1-ാം തീയതി കഴിഞ്ഞാൽ തുടങ്ങി. ഞങ്ങൾ അടുത്ത ദിവസം തുടങ്ങി ചർച്ചകളൊക്കെ ഭംഗിയായിട്ട് ഞങ്ങൾ തീർക്കും. ടീം UDF ആണ് ഇപ്പോൾ. അപ്പുറത്ത് ശിഥിലമായ LDF ആണ്. ചതിയൻ ചന്തു, മറ്റേ EM ശ്രീ, ഒരുപാട് കുഴപ്പം പിടിച്ച് നിൽക്കുന്നത് LDF-ലാണ്. നിങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഇതുപോലത്തെ വാർത്തകൾ ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യത LDF നേതാക്കന്മാരോട് പോയി ചോദിക്കുന്നതാണ് കുറച്ചുകൂടി ഇനി ബുദ്ധി. കാരണം ടീം UDF ആണെങ്കില്ല. എന്റെ ആഗ്രഹം ഒരാൾ മൂക്കുകയറിടരുതെന്നാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്മേളനം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. അതിനെ ഇതുപോലെ തന്നെ പിണറായി വിജയൻ സംരക്ഷിക്കാൻ വേണം. നല്ല തെരഞ്ഞെടുപ്പല്ലേ, ഒരു ദിവസം പോലും മുടങ്ങരുതെന്നാണ് എന്റെ ആഗ്രഹം. ഒരാൾ മൂക്കുകയറിടാൻ പോലും കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് വീണ ഒരാൾ മരിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാല് കുറിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ ഇതുവരെ പാലിക്കപ്പെട്ടു. ഞാൻ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഗൗരവത്തോടു കൂടി അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചു. ഉറപ്പായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായ സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായ ശ്രമമാണെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും.